ഹലോ ഗായ്സ്, മിസ്സസ് കൂട്ടിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് കാലാങ്കി എന്ന പറഞ്ഞ സ്ഥലത്താണ്. കണ്ണൂർ ജില്ലയിലുള്ള ഇരിട്ടിക്കടുത്ത് ഉളിക്കലെന്ന് ഏകദേശം 15 കിലോമീറ്റർ അകത്തോട്ടേക്ക് പോയാൽ കിട്ടാവുന്ന മനോഹരമായ സ്ഥലമാണ് ഈ കാലാങ്കി. അപ്പോൾ കാലാങ്കി എന്ന ഈ സ്ഥലത്തേക്ക് വരുന്ന വിഷ്വൽസ് അടിപൊളിയാണ്. മനോഹരമായ വിഷ്വൽസ് കണ്ടിട്ട് നമുക്ക് ഇവിടെ എത്തുന്നത് എങ്ങനെയാണെന്ന് കാണണ്ടേ, അത് കാണാം. വീഡിയോ മുഴുവനായിട്ട് കാണുക, സ്കിപ്പ് ചെയ്യാണ്ട് കാണുക. ഓക്കെ, പവർഫുൾ വീഡിയോ ആയിരിക്കും. അപ്പോൾ നമ്മൾ കാലാങ്കിലേക്കാണ് പോകുന്നത്. കാലാങ്കിലേക്ക് പോകുന്ന വഴിക്ക് ഒരു ചെറിയൊരു ടൗണാണ് വട്ടിയാന്തോട് എന്ന് പറഞ്ഞത്. നമ്മളിപ്പം വട്ടിയാന്തോടല്ലേ, ഇവിടുന്ന് നേരെ പോയാൽ നമ്മൾ കാലാങ്കി എത്തും. ഇവിടുന്ന് 4 കിലോമീറ്ററാണ് കാലാങ്കിലേക്കുള്ളത്. ഞാനും ജിനുവും കൂടി വന്നിട്ടുണ്ട് കണ്ടോ. അപ്പോൾ നല്ല മഴയുണ്ട്. നമ്മൾ കോട്ടലിട്ട് അടിച്ചു വിട്ട് വന്ന് ആകെ കിട്ടി. ഈ ഒരു ഞായറാഴ്ച മാത്രമേ നമുക്ക് ഫ്രീ ഉള്ളൂ. പെരുന്നാൾ പ്രമാണിച്ച് 3 ദിവസത്തെ ലോക്ക്ഡൗൺ മാറ്റി വെച്ചിട്ടുണ്ടല്ലോ, അതെ, വാരാന്ത്യ ലോക്ക്ഡൗൺ. അതുകൊണ്ട് ഇന്ന് ഞായറാഴ്ച നമ്മൾ നല്ല രാവിലെ ഒരു 9 മണിയാകുമ്പോൾ വീട്ടിൽ നിന്ന് വിട്ടു. ഓക്കെ, നമുക്കിനി നേരെ കാലാങ്കിയിൽ കാഴ്ചകൾ കാണാം. മറ്റേ മഞ്ഞ് അതാണല്ലേ വ്യൂ പോയിന്റ് പറഞ്ഞേ. താങ്ക്സ്. കാലാങ്കി ഇങ്ങോട്ട് ഞാൻ കുറേ പോകണ്ടോ? ശരിയാ. അവർ സ്ഥിരം പോകുന്ന റൂട്ടാണ്, ചെക്ക സ്ഥിരം പോകുന്ന റൂട്ടാണ്. നമ്മുടെ ടയർ നല്ലതായതുകൊണ്ട് സൈലൻസറല്ല ഫ്രണ്ടില് ടയർ വലുതായുണ്ട്. കാലാങ്കി ടോപ്പ് സ്റ്റേഷൻ അവിടെ എഴുതിയിട്ടുണ്ട്. എൻ്റെ പോലെ കാലാങ്കി നേരെ ആരെങ്കിലും പോയോക്കാം. എന്നടോ കോടാ, ഇതന്നെ മറ്റേ സ്ഥലം. ഇതായിരിക്കൂലേ? വഴിയെല്ലാം കാണുന്നുണ്ട്. മഴയില്ലാവൂലേ? അപ്പോൾ താഴെന്ന് ആൾക്കാരോട് ചോദിച്ചിട്ട് നമ്മൾ മുകളിലോട്ടേക്ക് കയറി വന്നത്. അതായത് നേരെ അവിടുന്ന് നേരത്തെ കണ്ട റോഡില്ലേ, നല്ല തണുപ്പുണ്ട്, അതുകൊണ്ടാണ് വായ കൂടുന്നത്. നേരെ പോയാൽ കാലാങ്കി ടോപ്പ് സ്റ്റേഷൻ. പിന്നെ അവിടുന്ന് റൈറ്റിലോട്ട് ഇപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത് കാലാങ്കി വ്യൂ പോയിൻ്റ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. വ്യൂ പോയിൻ്റ് നമ്മൾ പ്രതീക്ഷിച്ചതിനെക്കാട്ടും കൂടുതൽ വ്യൂ നമുക്ക് ഏതായാലും കിട്ടി. നമ്മുടെ വണ്ടി ഏകദേശം ഇവിടം വരെ വരുന്നില്ല, അന്നേരം അധികം നടക്കേണ്ട ആവശ്യം വരുന്നില്ല. ജിനു മുമ്പിൽ പോകുന്നുണ്ട്. കോട എൻ്റെ മോലെ, ഫുള്ള് കോട. മഴ ആയതുകൊണ്ട്
വഴുക്കലുണ്ട് കേട്ടോ. അടിപൊളി ചെറിയ ചാറ്റൽ മഴയുണ്ട്, ഫുള്ള് കോട, വേറെ ആരുമില്ല. അടിപൊളി വൈബ്. ഓക്കെ, ഇവിടെ ഇതാ കാട്ടിലുണ്ടാകുന്ന വാഴ അങ്ങനെയുള്ള ആൾക്കാർ താമസമൊന്നുമില്ല ഇങ്ങോട്ട്, പക്ഷേ റോഡ് ഉണ്ട് കേട്ടോ. താമസം നേരത്തെ കണ്ട് നമ്മൾ വരുമ്പം കണ്ടില്ലേ, അവിടം വരെ താമസങ്ങളൊക്കെ ഉള്ളൂ. ഈ ഗോപ്രോ നമ്മൾ വരുമ്പം മഴക്കത്ത് നിങ്ങൾ പലരും വിചാരിക്കുന്നുണ്ടാവും എന്തിനാ കേസ് ഇട്ടിട്ട് ഉപയോഗിക്കുന്നതാണ്, അതായത് വാട്ടർ പ്രൂഫ് കേസ് എന്തിനാണ് ഉപയോഗിക്കുന്നതാണ്. ഗോപ്രോ ഓൾറെഡി വാട്ടർ പ്രൂഫ് അല്ല എന്ന് വിചാരിക്കുന്നു. പക്ഷേ നല്ല മഴ ഉണ്ടെങ്കിലല്ലേ, നല്ല മഴയുണ്ടെങ്കിൽ വെള്ളം അടിച്ചുള്ളിലേക്ക് കയറിയാൽ ക്യാമറേൻ്റെ സ്ക്രീനിൻ്റെ അകത്തേക്ക് വെള്ളം കയറും ഗോപ്രോ. അത് നിങ്ങളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. പക്ഷേ വാട്ടർ പ്രൂഫ് കേസ് ഇട്ടാലെന്ന് വെച്ചാൽ ഇതേപോലെ സംസാരിക്കാൻ പറ്റില്ല. വാട്ടർ പ്രൂഫ് കേസ് ഊരിയിട്ട് വേണം സംസാരിക്കാൻ. വാട്ടർ പ്രൂഫ് കേസ് ഇട്ടാൽ മങ്ങിയ രീതിയിലേക്ക് കേൾക്കും. അതുകൊണ്ട് ഇപ്പം വാട്ടർ പ്രൂഫ് കേസ് ഊരി വെച്ചിട്ടുള്ളത്. നമുക്ക് നല്ല അത്യാവശ്യം നല്ല മഴയുണ്ടെങ്കിൽ ഇതാ കുടയെടുത്തിട്ടുണ്ട്, കുടയുണ്ട്. നിങ്ങൾ ഇങ്ങേക്ക് വന്നിട്ടുണ്ടോ? വന്നിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും വരണം. കണ്ണൂർ ജില്ലയിലുള്ളവർ തീർച്ചയായിട്ടും വരണം. ഓക്കെ, തീർച്ചയായിട്ടും വരണം എന്ന് പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ നമ്മൾ കണ്ണൂർ ജില്ലയിൽ അറിയപ്പെടാതെ പോയ ഒരു കിടിലൻ വ്യൂ പോയിൻറ്റിലാണ് നമ്മളിപ്പോൾ ഉള്ളത്, കാലാങ്കി വ്യൂ പോയിൻറ്റിൽ. ഓക്കെ, കോടമഞ്ഞ് എന്ന് പറഞ്ഞാൽ മഴക്കാലമായത് ഫുള്ള് കോടയാണ്. നമ്മളെ ഒടുവള്ളിത്തട്ടിൻ്റെ അതേ അവസ്ഥയാണ്. ഇപ്പം നട്ടുച്ചയ്ക്ക് ഏകദേശം 1 മണിയായി. ഈ സമയത്താണ് ഇവിടെ ഇങ്ങനെ കോട ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ ചിന്തിക്കാമല്ലോ മഞ്ഞുകാലമായാലും എന്താ അവസ്ഥയാണ്. അപ്പോൾ കണ്ണൂർ ജില്ലയിലുള്ള 90% ആൾക്കാർക്കും എനിക്ക് തോന്നുന്നു ഈ കാലാങ്കി എന്ന് പറഞ്ഞ സ്ഥലത്തെ പറ്റി വലിയ അറിവില്ല. നിങ്ങൾ കണ്ണൂർ ജില്ലയിലാണെങ്കിൽ ഈ കാലാങ്കിയിലേക്ക് വരേണ്ട റൂട്ട് എന്ന് വെച്ചാൽ കണ്ണൂർ ജില്ലയിൽ ഇരിട്ടിക്കടുത്ത് ഉളിക്കൽ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. ഉളിക്കലിന് ഉള്ളിലോട്ട് ഏകദേശം 15 കിലോമീറ്ററോളം യാത്ര ചെയ്താൽ നമുക്ക് ഈ കാലാങ്കി എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്താൻ പറ്റും. നമ്മൾ നേരത്തെ വരുമ്പോൾ കോട അങ്ങ് താഴെയായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പം കോടങ്ങ് മുകളിലോട്ടേക്ക് കയറി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ കാലാങ്കി എന്ന് പറഞ്ഞ സ്ഥലം ഗൂഗിൾ മാപ്പിൽ അടിച്ചാൽ നമുക്ക് കറക്റ്റായിട്ട് ഈ സ്ഥലത്തേക്ക് വന്ന് എത്താൻ പറ്റും. പിന്നെ താഴേന്ന് ആൾക്കാരോട് ചോദിച്ചു തരും, ആൾക്കാർ സ്ഥലമെല്ലാം പറഞ്ഞു തന്നു. ഇതിൻ്റെ തൊട്ട് താഴെയുള്ള ഒരു വീട്ടിൽ നമ്മൾ ചോദിച്ചു കാലാങ്കി വ്യൂ പോയിൻ്റ് ഇങ്ങോട്ടാണെന്ന് വെച്ചാൽ കറക്റ്റ് റൂട്ട് പറഞ്ഞു തന്നു. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പാലക്കേന്തട്ട് കയറാൻ പറ്റില്ല അവിടുത്തെ ആൾക്കാർ. അത് കാരണം എന്ന് വെച്ചാൽ കൊറോണ സീനിലായതുകൊണ്ടായിരിക്കും. എനിക്കൊന്ന് ഇങ്ങോട്ടേക്ക് അധികം ആൾക്കാർ വരുന്നില്ല, അതുകൊണ്ട് കൊറോണ ഇങ്ങോട്ടേക്ക് വലിയ സീനില്ല. നമ്മൾ മാസ്കൊക്കെ ഇട്ടിട്ടാണ് വന്നത്. ഇവിടെ നിന്ന് മാസ്ക് വരും. ഇവിടെ ഞാനും ജീനും അല്ലാണ്ട് വേറെ ആരുമില്ല. അതുകൊണ്ട് കൊറോണ അങ്ങനെ പേടിക്കേണ്ട ആവശ്യമില്ല ഇവിടെ എത്തിയിട്ടാകുമ്പോൾ. അപ്പോൾ ഗൂഗിൾ മാപ്പിൽ അടിച്ചാലും ഈ സ്ഥലം കിട്ടും. ഞാനത് കൂടാണ്ട് ഞാൻ ബയോയിൽ ഈ സ്ഥലത്തിൻ്റെ ലൊക്കേഷൻ ഇടാം. വരുന്നവർ തീർച്ചയായും കൊറോണ ഈ സംഭവങ്ങളൊക്കെ മാറിയിട്ട് പരമാവധി വരാൻ ശ്രമിക്കുക. അല്ലാണ്ട് അതിന് മുമ്പ് അടുത്തുള്ള ആൾക്കാരൊക്കെ വരുന്നുണ്ടെങ്കിൽ കൊറോണേൻ്റെ മാസ്ക് ഇടുക. ഓക്കെ, ഇവിടെ ഒന്ന് കൂട്ടം കൂടി സീനാക്കാൻ നിൽക്കുക. ഓക്കെ, ഇവിടെ വേറെ ആരുമില്ല, ഞാനും ജീനും മാത്രമേ ഇപ്പം വന്നിട്ടുള്ളൂ. ഇവിടെ കൊറോണ വേറെ ദൂരെ നിന്ന് ആരും വന്നേ പേടിക്കൊന്നും വേണ്ട. കുറേ ആൾക്കാർ നിറഞ്ഞു നിൽക്കുന്ന സ്ഥലമല്ല. അതുകൊണ്ട് നിങ്ങൾ സ്വന്തം നോക്കി കൈകാര്യം ചെയ്തോളുക. ഇതാ കോടങ്ങ് മുകളിലോട്ട് കയറി തുടങ്ങി. നമ്മളെ വണ്ടി ഇപ്പോൾ ഏകദേശം കോട ഇവിടം വരെ എത്തി. ഫുള്ളാവും ഇപ്പോൾ. അടിപൊളി. ഇപ്പോൾ കാലാങ്കി വ്യൂ പോയിന്റ് നമ്മൾ കുറേ സമയം പറഞ്ഞാൽ ഏകദേശം 1 മണിക്കൂറിന് മേലെ നമ്മൾ ഇവിടെ ഇരുന്ന് സ്പെൻഡ് ചെയ്തു. അതായത് അതന്നെ നമ്മൾ വരുമ്പം കണ്ട വഴിയാണിത്. ഓക്കെ, അങ്ങോട്ടൊക്കെ മൊത്തം മഞ്ഞ് കയറി. ഇതാ താഴോട്ടേക്ക് കാണാം മൊത്തം മഞ്ഞ്. നമ്മളിപ്പോൾ വന്ന് വരുമ്പം ഇല്ലതും ഇപ്പോൾ ഇല്ലതും തമ്മിൽ വ്യത്യാസം കണ്ട. മൊത്തം ആകാശം പോലെ ആയിട്ടുണ്ട്. അത് മൊത്തം മഞ്ഞാണ്. ഇതിൻ്റെ ടോപ്പിൽ ഏകദേശം ഇവിടം വരെയൊക്കെ മലകളുണ്ട്. നേരത്തെ കണ്ടിട്ടുണ്ടാവും. ഇതിപ്പോൾ മൊത്തം മഞ്ഞ് കോട കയറി അകത്തോട്ട് കയറിയിട്ടുണ്ട്. കണ്ടോ, ഇതേപോലെ മലകൾ ആ പ്രദേശത്ത് ഉണ്ടായിരുന്നു. മൊത്തം കോട കയറിയിട്ട് അതൊക്കെ മറഞ്ഞു. നമുക്കിനിയിപ്പം ടോപ്പ് സ്റ്റേഷനിലേക്ക് പോകണം. ഇത് കാലാങ്കി വ്യൂ പോയിന്റ്. നമ്മളിനിയിപ്പം ടോപ്പ് സ്റ്റേഷനിലേക്കാണ് പോകുന്നത്. ആ കാഴ്ചകളാണ്. രണ്ടും ഇപ്പോൾ പോയാലേ
ഈ ഓട്ടർഷ എങ്ങനെയാണ് എത്തിയേ? ഇങ്ങോട്ട് സംഭവം ഉണ്ടല്ലോ. വൈബോട് വൈബ്. കോടയായിട്ട് ഒരു രക്ഷയിൽ രണ്ട് സ്ഥലത്തും രണ്ട് സൈഡിലും ബാമ്പു, മൊത്തം കോട. അടിപൊളി. ഒരു പാറക്കല്ലിൻ്റെ മുകളിലേക്ക് കൂടി ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതാ റൈറ്റ് സൈഡിൽ ഒരു വലിയ കൊക്ക പോലെ നിറച്ചു കോട കയറിയിട്ടല്ല, ഒന്നും തിരിയില്ല. എന്താ മോനെ പൊളി. എടാ